ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു ഇലക്ട്രോണിക് ബെല്ല് ഓരോ 60 സെക്കൻഡിലും മണിയടിക്കുന്നു. മറ്റൊരു ബെല്ല് ഓരോ 62 സെക്കൻഡിലും മണിയടിക്കുന്നു. രണ്ടും ഒരുമിച്ച് രാവിലെ 10 മണിക്ക് മുഴങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മണി മുഴങ്ങുന്ന ഏറ്റവും അടുത്ത സമയം ഏത്? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ബെൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ബെല്ലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ 60 സെക്കൻഡ് കഴിയുമ്പോഴാണ് ബെല്ലടിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ 60 സെക്കൻഡിൽ എന്ത് ചെയ്തു? ബെല്ലടിച്ചു എന്ന് വിചാരിക്കുക. അടുത്ത എപ്പോഴായിരിക്കും അടിക്കുക? 120 സെക്കൻഡ് ആകുമ്പോൾ. അതെങ്ങനെയാ 120 കിട്ടുന്നത്? 60ന്റെ ഡബിൾ എടുത്താൽ പോയി, അല്ലെങ്കിൽ 60 × 2 ചെയ്താൽ മതിയല്ലോ, 120 കിട്ടും. അടുത്തത് എപ്പോഴായിരിക്കും കേൾക്കുക? വീണ്ടും ഒരു 60 സെക്കൻഡ് കൂടണം അല്ലെ. അപ്പോൾ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 60 × 3 ചെയ്താൽ മതി. എത്ര വരും? 180 സെക്കൻഡ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കില്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് ബെല്ലിന്റെ കേസ് എടുക്കുമ്പോഴോ, സെക്കൻഡ് ബെല്ലിൽ ഓരോ 62 സെക്കൻഡ് കഴിയും തോറുമാണ് എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് മണി അടിക്കുന്നത്. അപ്പോൾ ആദ്യം 62 സെക്കൻഡ് ആയപ്പോൾ മണി അടിച്ചു. അടുത്തത് എപ്പോഴായിരിക്കും അടിക്കുക? 62 × 2 ചെയ്യുക. 62 × 2 എത്രയാ? 124. ഇനി അടുത്തത് എപ്പോഴായിരിക്കും കേൾക്കുക? 62 × 3 ചെയ്താൽ പോരെ, അല്ലെങ്കിൽ 124 62 കൂട്ടുക. അപ്പോൾ 62 × 3 ചെയ്യുമ്പോൾ 186 എന്ന് വരും. ഇതും ഇതേപോലെ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവരെപ്പോഴാണ്, ഒരേ വാല്യൂ എപ്പോഴാണ് വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി 60ന്റെയും 62ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെ എഴുതി നമുക്ക് ഒരു കോമൺ വാല്യൂ കിട്ടുമ്പോഴാണ് അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? 60ന്റെയും 62ന്റെയും എന്തെടുക്കാം? LCM എടുക്കുക. ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്ത് LCM എടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ നമ്പേഴ്സ് അല്ലെങ്കിൽ കുറേ മൾട്ടിപ്പിൾസ് എഴുതി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്രയും ടൈം നമ്മൾ എന്ത് ചെയ്യും? കളയേണ്ടി വരില്ലേ. അപ്പോൾ അതുകൊണ്ട് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഇവിടെ രണ്ട് നമ്പേഴ്സാണ്, ഒന്ന് 60ഉം 62ഉമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ രണ്ട് നമ്പറും 2ൽ ഡിവിസിബിൾ അല്ലേ. അപ്പോൾ 2ൽ എത്ര ടൈംസ്? 60. എത്രയാണ്? 30 അല്ലേ. 2 × 30 ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നത്. ഇനി 62 ആണെങ്കിലോ 2ന്റെ ടേബിളിൽ എത്ര ടൈംസാ? 31. ഇനി ഇവിടെ 31 പ്രൈം ആയിട്ടുണ്ട്. 30യും കൂടി ഒന്ന് നമുക്ക് പ്രൈം വരെ കൊണ്ടെത്തിക്കാം. അപ്പോൾ 2ൽ തന്നെ ചെയ്യാം. 2ൽ 30 ചെയ്യുമ്പോൾ എത്ര വരും? 15 എന്ന് വരും അല്ലേ. 2 × 15 ആണ് 30. 31 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അതുപോലെ താഴെ കൊണ്ടുവരിക. ഇനി അടുത്തത് 15 ആണ്. 3ലും നിങ്ങൾക്ക് ചെയ്യാം, 5ലും ചെയ്യാം. ഞാൻ 5ൽ ചെയ്തു. അപ്പോൾ എത്ര വരും? 3 എന്ന് കിട്ടും. 31 താഴെ അതുപോലെ കൊണ്ടുപോയി. ഇപ്പൊ 3യും 31 ഏത് നമ്പറായി? പ്രൈം നമ്പർ ആയില്ലേ. അപ്പൊ നമുക്ക് ഡിവിഷൻ മെത്തേഡ് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ആൻസർ ആവാറായി. ഇനി എന്ത് ചെയ്യാം? L ഷേപ്പിൽ കിടക്കുന്ന എല്ലാ നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് കാണുക. അപ്പൊ LCM = അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത് എന്ത് വരും? 2 × 2 × 5 × 3 × 31. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വാല്യൂ 1860 എന്നാണ് കിട്ടുന്നത്. ഈ കിട്ടിയത് സെക്കൻഡ് ആണ്. കാരണം ഇവിടെ 60 എന്ന് പറയുന്നതും സെക്കൻഡ് ആണ്, 62 എന്ന് പറയുന്നതും സെക്കൻഡ് ആണ്. അപ്പൊ അത് ചെയ്ത് കിട്ടുന്ന ആൻസറും ഏതിൽ തന്നെ ആയിരിക്കും കിടക്കുക? സെക്കൻഡിലായിരിക്കും കിടക്കുക. നമുക്ക് ഇവിടെ ഓപ്ഷനിൽ സെക്കൻഡിലല്ല, എന്തിലാ തന്നേക്കുന്നത്? മിനിറ്റിലാണ് തന്നേക്കല്ലേ. 10 മണിക്കൂർ അല്ല, 10:31, 10:30, 11 മണി, 11:30 അങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പൊ സെക്കൻഡിലല്ല, നമുക്കത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡാണ്. അപ്പോൾ 1 സെക്കൻഡ് എത്ര മിനിറ്റ് എന്ന് ചോദിച്ചാൽ 1/60 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 1860 സെക്കൻഡാണ്. അതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? 1860നെ 60 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? സെക്കൻഡിനെ മിനിറ്റിലോട്ടാക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കുക. 0 കട്ട് ചെയ്യുമ്പോൾ 186/6 എന്ന് വരും. 6ഉം 18ഉം എത്ര ടൈംസാ? 3 ടൈംസ് അല്ലേ. പിന്നെ 6 എത്ര ടൈംസാ? 1 ടൈംസ്. സോ ആൻസർ എന്ത് കിട്ടും? 31 എന്ന് കിട്ടും. അത് ഏതിലാണ് കിട്ടുന്നത്? മിനിറ്റിലാണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ സെക്കൻഡിനെ മിനിറ്റിലോട്ടാക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അങ്ങനെ മിനിറ്റിനെ സെക്കൻഡിലോട്ട് ആക്കാനുള്ള ഏതെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ 60 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ നമുക്കിവിടെ കിട്ടി 31 മിനിറ്റ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം മണി രണ്ട് ബെല്ലും ഒരുമിച്ച് കേട്ടത് എപ്പോഴാ? 10 മണിക്കാണ് അല്ലേ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇനി എത്ര
31 മിനിറ്റും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്താവും? 10:31 ക്ലിയർ അല്ലേ? 10 മണിയും 31 മിനിറ്റും കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഈ 2 മണിയും എന്ത് ചെയ്യുന്നത്? മുഴങ്ങുന്നത്, ഒരുമിച്ച് മുഴങ്ങുന്നത്. കേട്ടല്ലോ? അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് അപ്ലൈ ചെയ്യാം? LCMത്തിന്റെ ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉത്തരത്തിൽ എത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്